ഷെടാ, ഇവനെന്താ വരുന്നത് കാണാത്തത്? ഹോ, എത്ര സമയമായി ഈ പൊരിവേലത്ത് ഞാൻ കാത്തു നിൽക്കുന്നു. കോളേജ് വിട്ടിട്ട് സമയം കുറേ ആയല്ലോ. നേരത്തും കാലത്തും വീട്ടിലെത്തിയില്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തായാലും ഇന്ന് ചീത്ത കേൾക്കും. ഇത് കാത്തു കാത്തു പോത്തായ അവസ്ഥയാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹോ, ഇന്നാണെങ്കിൽ നല്ല ചൂടുമുണ്ട്. ഈ വെയിലത്ത് കുത്തിന് എൻ്റെ ഉള്ള നിറവും കൂടെ പോകും. ആകെ ഒരു രക്ഷ ഈ കുട മാത്രം. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഷോ, ഫോൺ റിങ് ചെയ്യുന്നല്ലാതെ എടുക്കുന്നില്ലല്ലോ അവന്. ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. ട്യൂഷനും കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞതാണ്. വീട്ടിലെങ്ങാൻ അറിഞ്ഞാൽ ഇന്ന് നല്ല രസമുണ്ടാകും. കുറെ സമയമായില്ലേ ഇവിടെ ഇരിക്കുന്നു. ഇനി തിരിച്ചു പോകാം. ഹായ് ബേബി. കുറെ സമയമായോ നീ ഇവിടെ കാത്തിരിക്കുന്നു? അല്ലാതെ പിന്നെ എത്ര സമയമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നീ ഇതെവിടെയായിരുന്നു? ഹോ, ഒന്നും പറയണ്ട എന്റെ പൊന്നോ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നിനക്കറിയാമല്ലോ ഞാൻ വീട്ടിൽ ആരും അറിയാതാണ് ഇവിടത്തേക്ക് വരുന്നതെന്ന്. ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ഞാനാ. നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വീട്ടിലെങ്ങാൻ അറിഞ്ഞാൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. എന്റെ പൊന്നോ, പിണങ്ങാതെ നീ. ഞാനിങ്ങ് വന്നല്ലോ. വേണ്ട, ഒന്നും പറയണ്ട. നീ എപ്പോഴും ഇങ്ങനെയാണ്. നിനക്കൊരു ഉത്തരവാദിത്ത ബോധമില്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല. നിനക്ക് എല്ലാത്തിനും 100 ന്യായീകരണങ്ങളാണ്. അപ്പോഴേക്കും പിണങ്ങിയോ? എന്റെ പൊന്നല്ലേ, പിണങ്ങാതെടി. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഞാൻ നേരത്തെ വന്നോളാം. മതി, ഇനിയൊന്നും പറയണ്ട. സമയം ഒരുപാട് ലേറ്റായി. ഞാൻ പോവുകയാണ്. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാനിപ്പം വന്നല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞ് ഇരിക്കാമെന്ന് ഇവിടെ. അയ്യോ, പറ്റില്ല. നിനക്കറിയാഞ്ഞിട്ടാ. വീട്ടിലത്തെ കുരിപ്പങ്ങാൻ അറിഞ്ഞാലുണ്ടല്ലോ എല്ലാം കുളമാകും. ആര്, പിങ്കി മോളോ? അതെ, അതെങ്ങനെങ്കിലും എല്ലാം മണത്തറിയും. മമ്മിയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിക്കാം, ടീനയുടെ വീട്ടിൽ പോയതാണെന്നൊക്കെ. പക്ഷേ ആ കുരിപ്പുണ്ടല്ലോ, അതെങ്ങനെങ്കിലും എല്ലാം തെളിയിക്കും. പിന്നെ ആകെ കുഴപ്പമാകും. പിന്നെ ഞാൻ ട്യൂഷനേ വരത്തുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. പോവാതെടി, കുറച്ച് സമയം ഇവിടെ ഇരിക്കേ. പറ്റില്ല, ഞാൻ പോവുകയാണ്. എനിക്ക് പേടിയാവുന്നുണ്ട്. നീ ഇങ്ങനെ പേടിക്കാതെ. പിങ്കി മോളെ നമുക്ക് സോപ്പിടാന്നേ. അവൾക്ക് എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ അവളുടെ സഹായം നിർബന്ധമാണ്. അതിനവളെ ചാക്കിട്ട് പിടിക്കലേ വഴിയുള്ളൂ. എടാ റാം, അല്ലെങ്കിൽ അവൾക്കൊക്കെ സംശയമാണ്. നീ വിചാരിക്കാതെ പോലെയല്ലേ അവളെ കാന്താരി പൊട്ടാസാണ്, കാന്താരി പൊട്ടാസ്. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. ഒരു കാര്യം ചെയ്, നീ ഒരു ദിവസം വരുമ്പോൾ അവളെയും കൂട്ടി വാ. നമുക്ക് സോപ്പിടാമെന്നേ. എന്റെ പൊന്നോ, ഞാനില്ല. എനിക്ക് കുറച്ചു കാലം കൂടെ മനസമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട്. ആഹാ, ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ തീരുമാനം? അതെന്താ, നിന്റെ കൂടെ ഞാൻ വേണ്ടേ ജീവിക്കാൻ? വേണമെന്നേ. അതിനല്ലേ ഞാൻ റിസ്ക് എടുത്ത് ഇത്രയും ദൂരം ഇവിടെ വന്നത്, നിന്നെ ഒരു നേരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിനക്ക് നാളെ ട്യൂഷൻ ഉണ്ടോ? ഇല്ല, നാളെ ട്യൂഷൻ ഇല്ല. ഇനി അടുത്ത ആഴ്ച മാത്രമേ ഉള്ളൂ. ഹോ, അപ്പൊ ഇനി എങ്ങനെ നിന്നെ കാണും ഞാൻ? ഈ ആഴ്ച എൻ്റെ പൊന്നുമോനെ എന്നെ കാണണ്ട കേട്ടോ. അത് പറ്റില്ല. എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാനേ പറ്റത്തേയില്ല. അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും നിന്റെ വീട്ടിൽ വരും. വീട്ടിലോ? എന്തിനാണെന്നോ? നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. വേണ്ട, അങ്ങനെയൊന്നും വരണ്ട കേട്ടോ. മമ്മി എങ്ങാനും പറഞ്ഞാൽ തല്ലിക്കൊല്ലും രണ്ടുപേരെയും. അറിയട്ടെന്നേ, എന്തായാലും ഇത് എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ അറിയേണ്ടതല്ലേ. എടാ റാം, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിനക്ക് പേടിയാവുന്നുണ്ടോ? പിന്നെ അല്ലാതെ പേടിക്കാതെ നീ എന്തൊക്കെയായി പറയണത്? ഞാൻ സത്യമാണ് പറയുന്നത്. നാളെ എന്തായാലും ഞാൻ നിന്റെ വീട്ടിൽ വരും. എടാ ചതിക്കല്ലേ പ്ലീസ്. നിനക്കങ്ങനെ കാണാൻ കൊതിയാവുമ്പോൾ ഞാൻ എവിടെയെങ്കിലും വന്നോളാം. അല്ലാതെ നീ വീട്ടിൽ വന്ന് വെറുതെ സീനാക്കരുത്. എന്നാ കുറച്ച് സമയം നീ ഇവിടെ ഇരിക്കേ. എടാ പ്ലീസ്, ഒന്ന് വിടടാ. അടുത്ത ആഴ്ച നമുക്ക് നേരത്തോടെ കുറേ സമയം സംസാരിക്കാം. ഇന്ന് കുറേ നേരം വൈകിയില്ലേ, അതുകൊണ്ടാണ്. പ്ലീസ്. ഓക്കെ, എന്നാ നീ എൻ്റെ ബൈക്കിൻ്റെ പുറകിക്കാര്. ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പോകുന്ന വഴിക്ക് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാണ്. ഹോ, എൻ്റെ ബൈക്കിൽ കയറാത്തതുപോലെ നീ എപ്പോഴും കയറുന്നതല്ലേ.
എടാ അത് ഇവിടെ നിന്നല്ലോ, ദൂരെ നിന്നല്ലേ. ഇവിടെ നിന്ന് ഞാനില്ല, ആരെങ്കിലും മറിയുന്ന ആളുണ്ടാവും. എനിക്ക് ഐസ്ക്രീമും വേണ്ട. ഐസ്ക്രീം വേണ്ടാന്നോ? നീ തന്നെയാണോ ഈ പറയണത്? നിന്റെ ഫേവറേറ്റ് അല്ലേ ഐസ്ക്രീം? അതെ, പക്ഷെ എനിക്ക് ഇപ്പം വേണ്ട. ഓക്കെ, എന്നാ നീ നാളെ ഐസ്ക്രീം പാർലറിൽ വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഷോ, ഇവൻ എന്തൊക്കെയായി പറയണത്? ഇല്ലടാ, ഞാൻ വരില്ല, മമ്മി അറിയും. ഹോ, ഇങ്ങനെയും ഒരു പേടിക്കൊടലെത്തിയാണല്ലോ ഞാൻ സ്നേഹിച്ചതിന്റെ ദൈവമേ. ഞാൻ പോവുകയാണ്. നീ ഇങ്ങനെ ഓരോരോ പറഞ്ഞ് എന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. ഹേ ലച്ചു, പോവാതെ. ഹേ റാം, കൈ നിവിടെ. ആരെങ്കിലും കാണും, നിന്നോടാ പറഞ്ഞത് കൈ നിവിടാൻ. നീ ഇങ്ങനെ പേടിക്കാതെ ലച്ചു. മതി, ഇനി ഒന്നും പറയണ്ട നീ. ഞാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പോട്. പക്ഷേ ഇനി നിന്നെ ഞാൻ വിളിക്കത്തുമില്ല, നിന്നോട് ഞാൻ അനങ്ങത്തുമില്ല. റാം, നീ എന്നിങ്ങനെ നിരുത്സാഹപ്പെടുത്താതെ. നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഞാൻ ഈ പൊരി വെയിലത്ത് നിന്നെയും കാത്ത് ഇവിടെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നത്? നിനക്കേ എന്നോടാണ് സ്നേഹമില്ലാത്തത്. ഇപ്പം എനിക്കൊക്കെ മനസ്സിലായി. ഇനി നിന്നോട് കൂട്ടില്ല ഞാൻ. ഇനി നീ എന്നെ കാണുകയും ചെയ്യണ്ട, എന്നോട് മിണ്ടുകയും ചെയ്യണ്ട. ഞാൻ പോവുകയാണ്. നിനക്കൊക്കെ തമാശയാണ്. ഇനിങ്ങ നീ എന്നോട് കൂട്ടുകൂടാൻ വാ. ഹേ ലച്ചു, പിണങ്ങാതെ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ പിണങ്ങി പോവാതെ. വേണ്ട വേണ്ട വേണ്ട, നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. എനിക്കിത് തന്നെ വേണം. നോക്കിക്കോ, ഇനി ഒരു ദിവസം പോലും നീ വിളിച്ചാൽ ഞാൻ വരില്ല. ഷോ, അവള് പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി 2 ദിവസത്തേക്കല്ലേ എന്തായാലും അവൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. വേണ്ടായിരുന്നു, വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഇന്ന് എന്തായാലും അവളുടെ വീട്ടിലൊന്ന് പോകണം. എന്നിട്ട് വേണം പിങ്കി മോളെ സോപ്പിട്ട് കയ്യിൽ പിടിക്കാൻ. പിങ്കി മോൾ എൻ്റെ ഭാഗത്തായാൽ പിന്നെ ലച്ചുവിൻ്റെ പിണക്കം മാറാൻ ഈസിയാണ്. അതുമാത്രമല്ല, ലച്ചുവിനെ കാണാനും സംസാരിക്കുവാനുമുള്ള അവസരം കൂടുതൽ കിട്ടും. എന്താണ് അതിനൊരു വഴിയുള്ളത്? എന്തായാലും അവൾ പാർക്കിലേക്കോ ബീച്ചിലേക്കോ വിളിച്ചാൽ വരില്ല. പിന്നെ എന്താണൊരു വഴി? ഒരു ഐഡിയ ഉണ്ട്. ലച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പിങ്കി മോളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്ക് എന്ന്. ഇന്ന് പോകുമ്പോൾ കുറച്ച് ഡയറി മിൽക്കും വാങ്ങിച്ചിട്ട് പോകാം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും അപ്പോൾ? എന്തായാലും ലച്ചുവിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് മെല്ലെ അവളെ എന്തായാലും സൈഡാക്കണം. ഷോ, എന്നാലും ലച്ചു പിണങ്ങണ്ടായിരുന്നു. പാവം, എന്നെയും കാത്ത് എത്ര സമയമായി ഈ വെയിലത്ത് നിന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. റിങ് ആവുന്നുണ്ട്, എടുക്കുന്നില്ലല്ലോ. ഇത് പണി പാളിയത് തന്നെ. കുറച്ച് മെനക്കെടേണ്ടി വരും എന്തായാലും. ഹോ, ഈ പ്രേമിക്കുമ്പോഴുണ്ടാകുന്ന ഓരോരോ അവസ്ഥകളെ.